ഈ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 8ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ലെക്ചറിൽ നോക്കി. ഇത് 2ാമത്തെ പാർട്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ദി മേക്കിംഗ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് 1870s to 1947. ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എ നേഷൻ ഇൻ ദി മേക്കിംഗ്. It has been said that the Congress in the first 20 years was moderate in its objectives and methods. Indian National Congress ഫോം ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നോക്കിയതായിരുന്നു. അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഫസ്റ്റ് 20 ഇയേഴ്സിൽ, തുടക്കത്തിൻ്റെ ആദ്യത്തെ 20 വർഷം, അവരുടെ ഒബ്ജക്റ്റീവ്സും അവരുടെ മെത്തേഡ്സ് എല്ലാം വളരെ മോഡറേറ്റ് ആയിരുന്നു. വലിയ തീവ്രമായ പ്രവർത്തനമൊന്നും അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ സമയത്ത്, ഇറ്റ് ഡിമാൻഡഡ് എ ഗ്രേറ്റർ വോയിസ് ഫോർ ഇന്ത്യൻസ് ഇൻ ദ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻസിന് ഗവൺമെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലും ഒരു ഉയർന്ന ശബ്ദം, അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. And it wanted the legislative councils to be made more representative, given more power, and introduced in provinces where none existed. അവർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതിലെല്ലാം നമ്മുടെ ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കൂടുതലുണ്ടാവണം, കൂടുതൽ അവർക്ക് പവർ വേണം എന്നെല്ലാം ആഗ്രഹിച്ചു. അതുപോലെ ഡിമാൻഡ് ചെയ്തു. ഇറ്റ് ഡിമാൻഡഡ് ദാറ്റ് ഇന്ത്യൻസ് ബി പ്ലേസ്ഡ് അറ്റ് ഹൈ പൊസിഷൻസ് ഇൻ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഹൈ പൊസിഷൻസിൽ ഇന്ത്യൻസ് ആയിരിക്കണം, ഇന്ത്യൻസ് കൂടി വേണം, ഇന്ത്യൻസിനെ അങ്ങനെയുള്ള പൊസിഷൻസ് കൊടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്തു. ഫോർ ദിസ് പർപ്പസ്, അതിന് വേണ്ടിയിട്ട് ഇറ്റ് കോൾ ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ ആസ് വെൽ. ഇപ്പോൾ പണ്ട് ആ സമയത്ത് സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ലണ്ടനിൽ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തിട്ട് അവർ ഇത് ഡിമാൻഡ് ചെയ്തു, ഇന്ത്യക്കാരെ ഗവൺമെൻറ്റിലോട്ട് എത്തിക്കാൻ, ഹയർ പൊസിഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻസ്, IAS പോലുള്ള എക്സാമിനേഷൻസ് ഇന്ത്യയിൽ നടത്തണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു. ദ ഡിമാൻഡ് ഫോർ ഇന്ത്യനൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യക്കാരെ കൊണ്ടുവരിക, അതിനെയാണ് ഇന്ത്യനൈസേഷൻ എന്ന് പറയുന്നത്. വാസ് എ പാർട്ട് ഓഫ് ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് റേസിസം. ഈ വെള്ളക്കാരും കറുത്തവർഗക്കാരായ നമ്മൾ ഇന്ത്യൻസിനെ വെള്ളക്കാരൊരു റേസിസ്റ്റ് ചിന്താഗതിയോട് കൂടിയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇന്ത്യനൈസേഷൻ, അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യനൈസേഷൻ വന്നു കഴിഞ്ഞാൽ ആ റേസിസത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് കുറവ് വരും. സിൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ്സ് അറ്റ് ദ ടൈം വാസ് മോണോപ്പൊളൈസ്ഡ് ബൈ വൈറ്റ് ഒഫീഷ്യൽസ്. വൈറ്റ് ഒഫീഷ്യൽസിന് മാത്രമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരുന്നു ഇമ്പോർട്ടൻറ്റ് ജോബ്സ് എല്ലാം ആ സമയത്ത് കൊടുത്തിരുന്നത്. And the British generally assumed that Indians could not be given positions of responsibility. ബ്രിട്ടീഷുകാർ അസ്യൂം ചെയ്യുന്നത് ഇത് ഹയർ റെസ്പോൺസിബിലിറ്റി ഉള്ള ഹയർ പൊസിഷൻസ് എല്ലാം വൈറ്റ് ബ്രിട്ടീഷേഴ്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഇന്ത്യൻസിന് അത് അങ്ങനെയുള്ള പൊസിഷൻസിൽ ഇരിക്കാനുള്ള, അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവില്ല എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു വാദം. Since British officers were sending a major part of their large salaries home, Indianization was hoped. It was hoped would also reduce the drain of wealth to England. ഇപ്പോൾ ഈ ഹയർ പൊസിഷൻസിലിരിക്കുമ്പോൾ ഒരുപാട് സാലറി കിട്ടും. അങ്ങനെ ഹ്യൂജ് സാലറീസ്, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ആ സാലറിയിലെല്ലാം അവർ ഇംഗ്ലണ്ടിലോട്ട്, അവരുടെ ദേശത്തോട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻസ് നല്ല പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുന്ന സാലറി, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന വെൽത്ത് അത് കുറയും. അതർ ഡിമാൻഡ്സ് ഇൻക്ലൂഡഡ് സെപ്പറേഷൻസ് ഓഫ് ദി ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്, ദി റിപ്പീൽ ഓഫ് ആംസ് ആക്ട് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. മറ്റ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ സമയത്തുണ്ടായ ആ പൊളിറ്റിക്കൽ അസോസിയേഷൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക,
ജുഡീഷ്യറി ജഡ്ജും അങ്ങനെയുള്ള എല്ലാം എക്സിക്യൂട്ടീവ് ഫങ്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീൽ ഓഫ് ദ ആംസ് ആക്ടിനെ ഇന്ത്യൻസിൻ്റെ കയ്യിൽ ആംസ് ഒന്നും വെക്കാൻ പറ്റില്ല എന്നുള്ള ആ ആക്ട് അതിനെ വേണ്ടാന്ന് വെക്കുക. റിപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു അൺഡു എ ലോ, ഒരു നിയമത്തെ ഇല്ലാതാക്കുക. ടു ഒഫീഷ്യലി എൻഡ് ദ വാലിഡിറ്റി ഓഫ് സംതിങ് സച്ച് ആസ് എ ലോ. ഒരു ലോയെ ഒഫീഷ്യലി അതിൻ്റെ വാലിഡിറ്റി ഇല്ലാതാക്കുക. അങ്ങനെ ആംസ് ആക്ടിൻ്റെയും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇപ്പോൾ പ്രസ് ആക്റ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈ ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊന്നും എഴുതാൻ പാടില്ല, ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആക്റ്റായിരുന്നു. അപ്പോൾ ആ ആക്ട് എല്ലാം റിപ്പീൽ ചെയ്യുക, അതെല്ലാം ക്യാൻസൽ ചെയ്യുക. അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഡിമാൻഡായിരുന്നു, ആ സമയത്തെ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഏർലി കോൺഗ്രസ് ഓൾസോ റേസ്ഡ് എ നമ്പർ ഓഫ് എക്കണോമിക് ഇഷ്യൂസ്. കുറേ എക്കണോമിക്കൽ ഇഷ്യൂസും അവർ റേസ് ചെയ്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ഇറ്റ് ഡിക്ലെയർഡ് ദാറ്റ് ബ്രിട്ടീഷ് റൂൾ ഹാഡ് ലെഡ് ടു പോവേർട്ടി ആൻഡ് ഫെമിൻസ്. അപ്പോൾ അവർ കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂൾ പോവേർട്ടിയും ഫാമിനും ഉണ്ടാക്കുന്നു. ഇൻക്രീസ് ഇൻ ദ ലാൻഡ് റവന്യൂവിൽ വരുന്ന ഇൻക്രീസ്, ലാൻഡിൻ്റെ ടാക്സിലുള്ള ഇൻക്രീസ്, ആൻഡ് ഇംപോവറിഷ്ഡ് പെസൻസ് ആൻഡ് ജമീന്ദാർസ്. ഇപ്പോൾ കൃഷിക്കാരെയും ജമീന്ദാർമാരെയും അവരെല്ലാം വളരെ ദോഷകരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട്സ് ഓഫ് ഗ്രെയിൻസ് ടു യൂറോപ്പ് ഹാഡ് ക്രിയേറ്റഡ് ഫുഡ് ഷോർട്ടേജസ്. യൂറോപ്പിലോട്ട്, അവരുടെ ദേശത്തോട്ട് ഇവിടെ നിന്ന് ഗ്രെയിൻസ്, ധാന്യങ്ങൾ കൊണ്ടുവന്ന കാരണം ഇവിടെ ഇന്ത്യയിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കോൺഗ്രസ് റേസ് ചെയ്ത് കൊണ്ടുവന്നു. കോൺഗ്രസ് ഡിമാൻഡഡ് റിഡക്ഷൻ ഓഫ് റവന്യൂ. കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തു റവന്യൂ കുറയ്ക്കുക, ടാക്സസ് കുറയ്ക്കുക, ആൻഡ് കട്ട് ഇൻ മിലിറ്ററി എക്സ്പെൻഡിച്ചർ. മിലിറ്ററിക്ക് വേണ്ടി ഒരുപാട് എക്സ്പെൻഡിച്ചർ ബ്രിട്ടീഷുകാർ നടത്തുന്നുണ്ടായിരുന്നു, അതിൽ കുറവ് വരുത്തുക. ആൻഡ് മോർ ഫണ്ട്സ് ഫോർ ഇറിഗേഷൻ, ജലസേചനത്തിന് വേണ്ടിയുള്ള, ക്രോപ്സിന് നനയ്ക്കാനുള്ള ഇറിഗേഷന് വേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിക്കുക. ഇതൊക്കെ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തിരുന്നു ആ സമയത്ത്. ആൻഡ് ഇറ്റ് പാസ്ഡ് മെനി റെസൊല്യൂഷൻസ് ഇൻ ദി സോൾട്ട് ടാക്സിൽ ഒരുപാട് റെസൊല്യൂഷൻ പാസ്സാക്കി. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലേബറേഴ്സ് അബ്രോഡ്, ഇന്ത്യൻ ലേബറേഴ്സിന് അബ്രോഡിലുള്ള ഇന്ത്യൻ ലേബറേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് റെസൊല്യൂഷൻസ് പാസ്സാക്കി അവർ. ആൻഡ് സഫറിങ്സ് ഓഫ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, ഫോറസ്റ്റിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സഫറിങ്സ്, അവരുടെ മെച്ചത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറേ റെസൊല്യൂഷൻസ് പാസ്സാക്കി. കോസ്റ്റ് ബൈ ഇൻ്റർഫിയറിങ് ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്രിട്ടീഷ് റൂള്. ഫോറസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരെ കൈകടത്താൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആദിവാസികളെല്ലാം ഒരുപാട് സഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെതിരായിട്ട് ഒരുപാട് റെസൊല്യൂഷൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയിരുന്നു. All this shows that despite being a body of the എഡ്യൂക്കേറ്റഡ് ഇലീറ്റ്സിൻ്റെ എഡ്യൂക്കേറ്റഡ് ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു ആ കോൺഗ്രസ് ആ സമയത്ത്. The Congress did not talk only on behalf of the പ്രൊഫഷണൽ ഗ്രൂപ്പ്സിന് വേണ്ടിയോ ജമീന്ദാറിന് വേണ്ടിയോ ഇൻഡസ്ട്രിയലിസ്റ്റിന് വേണ്ടി മാത്രമായിരുന്നില്ല കോൺഗ്രസ് സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഓരോ ഡിമാൻഡ് വെച്ചിരുന്നത്, എല്ലാവർക്കും വേണ്ടിയായിരുന്നു. The moderate leaders wanted to develop a public awareness about the unjust nature of the British rule. അൺജസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യായമല്ലാത്ത ബ്രിട്ടീഷുകാരുടെ റൂളിൽ അന്യായമായ കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഈ മോഡറേറ്റ് ലീഡേഴ്സ് തീരുമാനിച്ചു. അതുപോലെ ദേ പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തു അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് എഴുതി. ആൻഡ് ഷോഡ് ഹൗ ബ്രിട്ടീഷ് റൂൾ വാസ് ലീഡിങ് ടു ദി എക്കണോമിക് റൂയിൻ ഓഫ് ദ കൺട്രി. നമ്മുടെ സാമ്പത്തികപരമായിട്ട് ഇന്ത്യയെ, നമ്മുടെ കൺട്രിയെ റൂയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂൾ അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഘടനയെ, സാമ്പത്തികമായി നമ്മുടെ കൺട്രിയെ നശിപ്പിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചെല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ന്യൂസ് പേപ്പറിലൂടെയും ആർട്ടിക്കിൾസിലൂടെയൊക്കെ പബ്ലിസിറ്റി കൊടുത്തു. ദേ ക്രിട്ടിസൈസ്ഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ദെയർ സ്പീച്ചസ്
and send representatives to different parts of the country to mobilize public opinion. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് റൂളിൻ്റെ അന്യായങ്ങളെക്കുറിച്ച് പബ്ലിക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ സ്പീച്ചിലൂടെ, പ്രസംഗങ്ങളിലൂടെ ബ്രിട്ടീഷ് റൂളിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ അവർ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പല ഭാഗത്തോട്ടും, രാജ്യത്തിൻ്റെ പല ഭാഗത്തോട്ടും അയച്ചു. അവർ പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട്, ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് ഈ ബ്രിട്ടീഷ് റൂളിൻ്റെ അന്യായങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി. They felt that British had respect for the ideals of freedom and justice. അപ്പോൾ അവർ, ഈ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ബ്രിട്ടീഷിന് ഫ്രീഡവും ജസ്റ്റിസും ന്യായവും അതിനെല്ലാം ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ദേ വുഡ് ആക്സെപ്റ്റ് ജസ്റ്റ് ഡിമാൻഡ്സ് ഓഫ് ഇന്ത്യൻസിൻ്റെ ഈ ഡിമാൻഡ്സ്, ഈ പ്രേയേഴ്സ്, ഈ റിക്വസ്റ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് ഈ മോഡറേറ്റ് ലീഡേഴ്സായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലീഡേഴ്സ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ധരിച്ചിരുന്നത്. ഇറ്റ് വാസ് നെസസറി ദെർഫോർ ടു എക്സ്പ്രസ് ദീസ് ഡിമാൻഡ്സ്. അപ്പോൾ ഈ ഡിമാൻഡ്സ് ഇന്ത്യൻസ് എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് ടു മേക്ക് ഗവൺമെൻറ് അവെയർ ഓഫ് ദി ഫീലിങ്സ് ഓഫ് ദി ഇന്ത്യൻസിൻ്റെ ഫീലിങ്സ്, അവരുടെ എതിർപ്പ് ഗവൺമെൻറ്റിലോട്ട് എത്തിക്കണം. അതിനുള്ള കാര്യങ്ങളാണ് ആ മോഡറേറ്റ് ലീഡേഴ്സ് ആദ്യത്തെ 10-20 വർഷം ഈ കോൺഗ്രസ് ഫോം ചെയ്തിട്ട് ആ സമയത്ത് അവർ എയിം ചെയ്തത്. അടുത്തതെന്ന് പറയുന്നത് ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണ്. ബൈ ദി 1890s ആയപ്പോഴേക്കും many Indians began to raise questions about the political style of the Congress. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റൈലിനെ എഗെയിൻസ്റ്റായിട്ട് ഇന്ത്യൻസ് തന്നെ പറയാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ഇൻ ബംഗാൾ, മഹാരാഷ്ട്ര ആൻഡ് പഞ്ചാബ്. ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഒക്കെ ലീഡേഴ്സ് സച്ച് ആസ് ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ് were beginning to explore more radical objectives and methods. കൂടുതൽ റാഡിക്കലായ, കൂടുതൽ തീവ്രമായ ഒബ്ജക്റ്റീവ്സും മെത്തേഡ്സും കൊണ്ട് കുറച്ച് പേര് മുന്നോട്ട് വരികയാണ്. കുറച്ച് ലീഡേഴ്സ് ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഒക്കെ ഉള്ള ബിപിൻ ചന്ദ്രപാലും ബാലഗംഗാധർ തിലകും അതുപോലെ തന്നെ ലാലാ ലജ്പത് റോയൊക്കെ പണ്ടുണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ അവർ മോഡറേറ്റ് ചിന്താഗതിയായിരുന്നു. മോഡറേറ്റ് ആയിട്ടുള്ള, ഇതൊരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു ബ്രിട്ടീഷ് റൂളിനോട് എഗെയിൻസ്റ്റായിട്ട്. പക്ഷേ ഇവർ കുറച്ചും കൂടി തീവ്രമായ രീതിയിൽ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന, റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്യുന്നവരായിരുന്നു. ദേ ക്രിട്ടിസൈസ്ഡ് ദ മോഡറേറ്റ്സിനെ അവർ ക്രിട്ടിസൈസ് ചെയ്തു ഫോർ ദെയർ പൊളിറ്റിക്സ് ഓഫ് പ്രയേഴ്സ്. പൊളിറ്റിക്സ് ഓഫ് പ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ യാചന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. അതിനെ അവർ മോഡറേറ്റ്സിനെ, ഈ റാഡിക്കൽ ആയ ഈ ലീഡേഴ്സും അവർ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതിൽ എംഫസൈസ് ചെയ്തു. അതിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആൻഡ് കൺസ്ട്രക്റ്റീവ് വർക്കിന് പ്രാധാന്യം നൽകി. And they argued that people must rely on their own strength. ജനങ്ങൾക്ക് അവരുടെ സ്ട്രെങ്ത്തിൽ, അവരുടെ ശക്തിയിൽ വിശ്വാസം വേണമെന്നും, നോട്ട് ഓൺ ദ ഗുഡ് ഇൻറ്റൻഷൻസ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഗുഡ് ഇൻറ്റൻഷനിൽ വിശ്വാസം അല്ലെങ്കിൽ അതിൽ റിലൈ ചെയ്യരുതെന്നും. ആൻഡ് പീപ്പിൾ മസ്റ്റ് ഫൈറ്റ് ഫോർ സ്വരാജിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നും ഒക്കെയായിരുന്നു അവരുടെ ചിന്താഗതികൾ. ഈ റാഡിക്കലായ ഈ ലീഡേഴ്സിൻ്റെയും അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെയും. ആൻഡ് തിലക് റേസ്ഡ് സ്ലോഗൻ. ബാലഗംഗാധർ തിലക് ഒരു സ്ലോഗൻ റേസ് ചെയ്തു. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കും. ഇതാണ് ബാലഗംഗാധർ തിലക്. എൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. നോട്ടീസ് ദ നെയിം ഇൻ ദ ന്യൂസ് പേപ്പർ
ദാറ്റ് ലൈസ് ഓൺ ദ ടേബിളിലെ ന്യൂസ് പേപ്പറിലെ പേര് നോക്കാനാണ് പറയുന്നത്. കേസരി എന്നാണ് അതിൻ്റെ പേര്. മറാഠി ന്യൂസ് പേപ്പറാണ്. എഡിറ്റഡ് ബൈ തിലകൻ ബാലഗംഗാധർ തിലകാണ് അതിൻ്റെ എഡിറ്റർ. ആൻഡ് became one of the strongest critics of ബ്രിട്ടീഷ് റൂളിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മെയിൻ ന്യൂസ് പേപ്പറായിരുന്നു ഈ കേസരി. ഇതാണ് ലാലാ ലജ്പത് റായ്, നാഷണലിസ്റ്റ് ഫ്രം പഞ്ചാബിലെ നിന്നുള്ള ഒരു നാഷണലിസ്റ്റാണ്. ആൻഡ് ഹി വാസ് വൺ ഓഫ് ദി ലീഡിങ് മെമ്പേഴ്സ് ഓഫ് ദി റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡിങ് മെമ്പറായിരുന്നു കോൺഗ്രസിൻ്റെ റാഡിക്കൽ ഗ്രൂപ്പിലെ, which was critical of the politics of petitions റിക്വസ്റ്റോ കംപ്ലയിൻസോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു. ഹി വാസ് ഓൾസോ ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദി ആര്യസമാജിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറുമാണ്. ഇൻ പെർസ്യൂട്ട് ഓഫ് ഗോൾഡ്, ഉള്ളെന്ന് പറഞ്ഞാൽ വെൽത്ത്, ദിസ് ഈസ് വാട്ട് എ മോഡറേറ്റ് ലീഡർ ദിൻഷോ വാച്ച wrote to നാറോജി in 1887 നാറോജിക്ക് എഴുതിയ ഒരു കത്ത് ഒരു മോഡറേറ്റ് ലീഡറായ ദിൻഷോ വാച്ച എഴുതിയ ലെറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പറയുന്നത്. ഫിറോസ് ഷാ ഈസ് നവഡേസ് ടു ബിസി വിത്ത് ഹിസ് പേഴ്സണൽ വർക്ക്. ഫിറോസ് ഷാ മോഡറേറ്റ് ലീഡറായിരുന്നു, കോൺഗ്രസിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ലീഡേഴ്സ് ആയിരുന്നു. പേഴ്സണൽ വർക്കിലാണ് കൂടുതൽ ബിസി ആയിരിക്കുന്നത്. ദേ ആർ ഓൾറെഡി റിച്ച് ഇനഫ്, ഓൾറെഡി അവർ റിച്ച് ആണ്. മിസ്റ്റർ തെലാങ് ടു റിമെയിൻസ് ബിസി. മിസ്റ്റർ തെലാങ്ങും ബിസിയാണ്. ഐ വണ്ടർ ഹൗ ഇഫ് ഓൾ റിമെയിൻസ് ബിസി ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഗോൾഡ് ക്യാൻ ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ബി അഡ്വാൻസ്ഡ്. ഇവരെല്ലാവരും അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, അവരുടെ വെൽത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ബിസിയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്? In 1905, the Viceroy Curzon partitioned ബംഗാളിനെ ഡിവൈഡ് ചെയ്യാണ് 1905 Curzon Viceroy. At that time, Bengal was the biggest province of British India. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് പ്രൊവിൻസ് ആയിരുന്നു, വലിയ ഒരു രാജ്യമായിരുന്നത്. ആൻഡ് ഇൻക്ലൂഡഡ് ബീഹാർ ആൻഡ് പാർട്സ് ഓഫ് ഒറീസ. ബീഹാറും പാർട്സ് ഓഫ് ഒറീസയും എല്ലാം അതിൽ ഉണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് ആർഗ്യൂഡ് ഫോർ ഡിവൈഡിങ് ബംഗാൾ ഫോർ റീസൺസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഭരണത്തിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയാണ് ബംഗാളിനെ ഡിവൈഡ് ചെയ്തത് എന്നാണ് ബ്രിട്ടീഷുകാർ ആർഗ്യൂ ചെയ്തത്. ബട്ട് വാട്ട് ഡിഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് മീൻ? പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് പറഞ്ഞത് എന്താണ് അവരുദ്ദേശിച്ചത്? ഹൂസ് കൺവീനിയൻസ്, ആരുടെ കൺവീനിയൻസ് ഡിഡ് ഇറ്റ് റെപ്രസെൻറ്റ്? ക്ലിയർലി ഇറ്റ് വാസ് ക്ലോസ്ലി ടൈഡ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആൻഡ് ബിസിനസ്മാൻ. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെയും ബിസിനസ്മാൻ്റെയും അവരുടെ ഇൻട്രസ്റ്റിന് അവർ ആഗ്രഹിച്ച പോലെ ആണ് ഈ ബംഗാളിനെ ഡിവൈഡ് ചെയ്തത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയോ അല്ല. Even so, instead of removing the non-Bengali areas from the province, the government separated East Bengal. East Bengal-ne separate ചെയ്തു and merged it with Assam. ബംഗാളിൻ്റെ ഈസ്റ്റേൺ സൈഡ് ആസാമുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ സൈഡിനെ ഡിവൈഡ് ചെയ്തിട്ട് ആസാമിലോട്ട് ചേർത്തി. നോൺ ബംഗാളി ഏരിയാസിനെ സെപ്പറേറ്റ് ചെയ്താണെങ്കിൽ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഉണ്ടായേനെ. പക്ഷേ അവർ ചെയ്തത് ഈസ്റ്റ് ബംഗാളിനെ ആസാമിലോട്ട് ചേർത്താണ് ചെയ്തത്. ബാക്കി ഭാഗത്തെ ഒരു ഭാഗവും ഈ ഈസ്റ്റ് ബംഗാളും ആസാമും ഒരു ഭാഗം. Perhaps the main British motive was to curtail the influence of Bengali politicians and to split the Bengali people. ബംഗാളി പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബംഗാളി പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക. അതായിരുന്നു ബ്രിട്ടീഷിൻ്റെ മോട്ടീവ്. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻഫ്യൂറിയേറ്റഡ് പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ. മൊത്തം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ആക്രോശം അല്ലെങ്കിൽ ഇഷ്ടമായില്ല ഈ ബംഗാൾ പാർട്ടീഷൻ. ഓൾ സെക്ഷൻസ് ഓഫ് ദ കോൺഗ്രസ്, മോഡറേറ്റ്സ് ആൻഡ് ദ റാഡിക്കൽസ്, മോഡറേറ്റ്സും റാഡിക്കൽസും രണ്ടുപേരും
രണ്ട് ഗ്രൂപ്പും കോൺഗ്രസിൻ്റെ ആസ് ദേ മേ ബി കോൾഡ് ഒപ്പോസ്റ്റ് ഇറ്റ്. രണ്ട് ഗ്രൂപ്പും ഇതിനെ എതിർത്തു. കോൺഗ്രസിൻ്റെ രണ്ട് ഗ്രൂപ്പ് ഇതിനെ ഒന്നായിട്ട് എതിർത്തു. ആൻഡ് ലാർജ് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ് വെർ ഓർഗനൈസ്ഡ്. വലിയ പബ്ലിക് മീറ്റിങ്സും ഡെമോൺസ്ട്രേഷൻസ് റാലികളും ഒക്കെ ഓർഗനൈസ് ചെയ്തു. ആൻഡ് നോവൽ മെത്തേഡ്സ് ഓഫ് മാസ് പ്രൊട്ടസ്റ്റ് ഡെവലപ്ഡ്. അങ്ങനെ മാസ് പ്രൊട്ടസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. ദ സ്ട്രഗിൾ ദാറ്റ് അൺഫോൾഡഡ് കെയിം ടു ബി നോൺ ആസ് സ്വദേശി മൂവ്മെൻറ്റ്. ഈ ഒരു സ്ട്രഗിളിനെ സ്വദേശി മൂവ്മെൻ്റാണ് എന്നാണ് വിളിച്ചത്. ദ സ്ട്രോങ്ങസ്റ്റ് ഇൻ ബംഗാൾ ബട്ട് വിത്ത് എക്കോസ് എൽസ്വെയർ ടു. ദ ഡെൽറ്റൈക് ആന്ധ്ര ഫോർ ഇൻസ്റ്റൻറ്റ്. ആന്ധ്രയിലോട്ടും മറ്റ് സ്ഥലത്തോട്ടൊക്കെ ഈ സ്വദേശി മൂവ്മെൻറ്റ്, ഈ സ്ട്രഗിൾ, ഈ പ്രൊട്ടസ്റ്റ് സ്പ്രെഡ് ചെയ്തു. ഇറ്റ് വാസ് നോൺ ആസ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. ഈ ആന്ധ്രയിലൊക്കെ അതിന് വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നാണ് വിളിച്ചത്. ഇതാണ് തൗസൻഡ്സ് ജോയിൻറ്റ് ദി ഡെമോൺസ്ട്രേഷൻസ് ഡ്യൂറിങ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ റാലിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ദ സ്വദേശി മൂവ്മെൻറ്റ് സോട്ട് ടു ഒപ്പോസ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനെ ഒപ്പോസ് ചെയ്യുക, അതിനെ എതിർക്കുക. അതുപോലെ തന്നെ എൻകറേജ് ഐഡിയാസ് ഓഫ് സെൽഫ് ഹെൽപ്പ്. സ്വന്തം ജനങ്ങളെ സ്വന്തം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ആക്കിയിട്ട് സ്വന്തം ഹെൽപ്പ് ചെയ്യുക, സ്വന്തമായി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്വദേശി എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുക, സ്വദേശി കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ യൂസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെയായിരുന്നു ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ടു ഫൈറ്റ് ഫോർ സ്വരാജ്, ദ റാഡിക്കൽസ് അഡ്വക്കേറ്റഡ് മാസ് മൊബിലൈസേഷൻ ആൻഡ് ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗുഡ്സ്. ബ്രിട്ടീഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബ്രിട്ടീഷുകാരുടെ ഗുഡ്സിനെയും ബോയ്ക്കോട്ട് ചെയ്യുക, അത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ദി ഇൻഡിവിജ്വൽസ് ഓൾസോ ബിഗാൻ ടു സജസ്റ്റ് ദാറ്റ് റെവല്യൂഷണറി വയലൻസ് വുഡ് ബി നെസസറി ടു ഓവർത്രോ ബ്രിട്ടീഷ് റൂൾ. അവർ വിശ്വസിച്ചു റെവല്യൂഷണറി വയലൻസ് അത്യാവശ്യമാണ് ബ്രിട്ടീഷിൻ്റെ റൂളിനെ അവസാനിപ്പിക്കാൻ. റെവല്യൂഷണറി വയലൻസ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് വയലൻസ് ടു മേക്ക് എ റാഡിക്കൽ ചേഞ്ച് വിത്തിൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് വയലൻസ് ആവശ്യമാണ്, എതിർപ്പ് ആവശ്യമാണ്, റിവോൾട്ട് ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ദ ഓപ്പണിംഗ് ഡെക്കേഡ്സ് ഓഫ് ദ 20th സെഞ്ച്വറീൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ, അതായത് 1900 ആദ്യ വർഷങ്ങളിൽ മാർക്ക്ഡ് ബൈ അതർ ഡെവലപ്മെൻറ്റ്സ് ആസ് വെൽ. മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. എ ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ലാൻഡ് ലോർഡ്സ് ആൻഡ് നവാബ്സ് ഫോംഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അറ്റ് ധാക്ക ഇൻ 1906. 1906 ധാക്കയിൽ വെച്ചിട്ട് ഒരു മുസ്ലിംസും അവർ ലാൻഡ് ലോർഡ്സും അതുപോലെ തന്നെ നവാബ്സ് എല്ലാം കൂടിയിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യുകയാണ്. ദ ലീഗ് സപ്പോർട്ടഡ് പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ പാർട്ടീഷനെ അവർ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഡിസൈഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണം. ഡിമാൻഡഡ് കൺസീഡഡ് ബൈ ഗവൺമെൻറ് ഇൻ 1909. 1909 അത് സാധിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ്. അതുപോലെ തന്നെ സം സീറ്റ്സ് ഇൻ ദ കൗൺസിൽസ് വെർ നൗ റിസർവ്ഡ് ഫോർ മുസ്ലിംസ് ഹൂ വുഡ് ബി ഇലക്റ്റഡ് ബൈ മുസ്ലിം വോട്ടേഴ്സ്. മുസ്ലിംസിന് റിസർവ് ചെയ്യാതെ കുറച്ച് കൗൺസിൽസിൽ സീറ്റ്സ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം വോട്ടേഴ്സ് അവരുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ്. ദിസ് ടെംപ്റ്റഡ് പൊളിറ്റീഷ്യൻസ്, ഇത് അങ്ങനെയായപ്പോൾ പൊളിറ്റീഷ്യൻസ് അവരുടെ റിലീജിയസ് ഗ്രൂപ്പിനെ ഫേവർ ചെയ്യാനും അങ്ങനെയൊക്കെ തുടങ്ങി. മീൻ വൈൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ഇൻ 1907. 1907 കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. മോഡറേറ്റ്സ് വെർ ഒപ്പോസ്ഡ് ടു ദി യൂസ് ഓഫ് ബോയ്ക്കോട്ടും ഒരു വയലൻസും അതെല്ലാം എതിർത്തു മോഡറേറ്റ്സ്, ആദ്യത്തെ ലീഡേഴ്സ്. ദേ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ് ദി യൂസ് ഓഫ് ഫോഴ്സ്. അതിൽ ഫോഴ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ വയലൻസ് ഉണ്ടാവും. അതിനെല്ലാം എതിർത്തു ഈ മോഡറേറ്റ്സ്. ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ കോൺഗ്രസ് കെയിം ടു ബി ഡോമിനേറ്റഡ് ബൈ മോഡറേറ്റ്സ് ആയിരുന്നു കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. വിത്ത് തിലക്സ് ഫോളോവേഴ്സ് ഫങ്ഷനിങ് ഫ്രം ഔട്ട്സൈഡ്. ബാലഗംഗാധര തിലകിൻ്റെ ഫോളോവേഴ്സ് അവർ പുറത്തുനിന്ന് ഫങ്ഷൻ ചെയ്തു. ആൻഡ് ടു ഗ്രൂപ്പ്സ്
റീയുണൈറ്റഡ് ഇൻ ഡിസംബർ 1915. 1915 ഈ രണ്ട് ഗ്രൂപ്പും, മോഡറേറ്റ്സും അതുപോലെ തന്നെ റാഡിക്കൽസും, കോൺഗ്രസ്സിൽ ഒന്നായി. രണ്ടും വീണ്ടും റീയുണൈറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയർ, അതിൻ്റെ അടുത്ത വർഷം, കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ് signed a historic Lucknow Pact and decided to work together for representative government in the country. അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നായി 1916 അവരൊരു അഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ഒപ്പമായിട്ട് മുന്നോട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.